സിനിമയിലെത്തുന്നതിന് മുൻപേ ആയിരുന്നു എന്റെയും വിവാഹം. പഠനം പൂർത്തിയാക്കി വിവാഹം ചെയ്തതിനു ശേഷമാണ് ഞാൻ സിനിമയ്ക്ക് പിന്നാലെ പോയത്. ചെറിയ ചെറിയ വേഷങ്ങളിലൂടെയായിരുന്നു തുടക്കം. സിനിമ എന്നത് ഒരു മായിക ലോകമാണ്. സിനിമ ഒരു പ്രൊഫഷനായി കാണുന്നവർ അതിനെ കുറച്ചുകൂടെ സീരിയസ് ആയി ശ്രദ്ധയോടെ സമീപിക്കേണ്ടതുണ്ട്. ഒരു വിവാഹം കഴിച്ചാൽ ജീവിതത്തിൽ കുറച്ചുകൂടി ഉത്തരവാദിത്തം വരും. സ്വന്തം ജീവിതം എന്നെ പഠിപ്പിച്ചതാണിത്. വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞാണ് ദുൽഖർ സിനിമയിലെത്തിയത്. സിനിമയോടുള്ള ദുൽഖറിന്റെ സമീപനം വളരെ സീരിയസ് ആയിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കുന്നുവെന്ന് ചോദിച്ചപ്പോൾ കഴിക്കാമെന്നായിരുന്നു ദുൽഖറിന്റെ മറുപടി. ഇന്ന് വളരെ സന്തുഷ്ടനാണ് ദുൽഖർ എന്ന് മമ്മൂട്ടി പറഞ്ഞു. 2011 ദുൽഖർ സൽമാന്റെയും അമാൽ സൂഫിയയുടെയും വിവാഹം നടന്നത്. ചെന്നൈയിലെ ആർക്കിടെക്ട് ആയിരുന്നു അമാൽ. ഇരു വീട്ടുകാരും ആലോചിച്ച് നടത്തിയ വിവാഹമായിരുന്നു. അമാലിനെ കുറിച്ച് അറിയാമായിരുന്നു എന്നതിനപ്പുറം വിവാഹത്തിന് മുൻപ് വരെ പരിചയമില്ലായിരുന്നുവെന്നാണ് ദുൽഖർ പറഞ്ഞത്. വിവാഹം കഴിഞ്ഞ് 6 വർഷത്തിന് ശേഷം ദുൽഖറിനും അമാലിനും ഇടയിലേക്ക് പുതിയൊരാൾ കൂടി എത്തി. മെയ് 5 ദുൽഖറിനും അമാലിനും ഒരു പെൺകുഞ്ഞ് പിറന്നത്. മറിയം അമീറ സൽമാൻ എന്നാണ് കുഞ്ഞിന് പേരിട്ടത്. സിനിമയിൽ എത്തുന്നതിന് മുൻപേ വിവാഹം കഴിച്ചതുകൊണ്ട് തന്നെ ദുൽഖർ സൽമാന്റെ പേരിൽ പ്രണയ ഗോസിപ്പുകൾ വന്നതേയില്ല എന്നത് ഒരു പ്ലസ് പോയിന്റാണ്. ദുൽഖറിന്റെ പേരിൽ വിവാദങ്ങൾ കുറയാൻ കാരണവും 25-ാം വയസ്സിൽ വിവാഹം കഴിഞ്ഞ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തതുകൊണ്ടാവാമെന്നാണ് ആരാധകരുടെ പക്ഷം. ദുൽഖർ സൽമാനെയും അമാൽ സൂഫിയെയും കുറിച്ച് സിനിമാ സുഹൃത്തുക്കൾ പലപ്പോഴും അസൂയോടെ പറഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും പെർഫെക്റ്റ് കപ്പിൾസാണ് ദുൽഖറും അമാലും എന്നാണ് ദുൽഖറിന്റെ നായികമാരായ നിത്യ മേനോനും സായി പല്ലവിയും പറഞ്ഞിട്ടുള്ളത്. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർ സൺ ന്യൂസ്.